നമസ്കാരം, എൻ്റെ പേര് ആനന്ദ്. ഞാൻ രാജഗിരി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് പൾമനോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് COPD അഥവാ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമനറി ഡിസീസ് എന്ന രോഗികൾ അഡ്മിഷൻ ആയതിനു ശേഷം ഡിസ്ചാർജ് ആവുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളുടെ അന്തരീക്ഷത്തിലുള്ള മലിനീകരണം, പുകവലി, അതുപോലെ വിഷ സംബന്ധമായിട്ടുള്ള പദാർത്ഥങ്ങൾ ശ്വസിക്കുമ്പോൾ ലങ്സിൽ ഉണ്ടാകുന്ന കേടുപാടുകളും അതിനെ തുടർന്നുണ്ടാകുന്ന ശ്വാസമുട്ടൽ സംബന്ധമായ അസുഖങ്ങളെ പൊതുവായി പറയുന്ന പേരാണ് COPD. അപ്പോൾ ഈ COPD അസുഖം ഉണ്ടായിക്കഴിഞ്ഞ് ഡിസ്ചാർജ് ആകുമ്പോൾ നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പ്രധാനമായും ഈ രോഗികൾക്ക് അഡ്മിഷൻ ആയതിനു ശേഷമുള്ള ഫസ്റ്റ് 6 ആഴ്ചകൾ വരെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ക്രൂഷ്യലായിട്ടുള്ള പീരീഡാണ്. രണ്ടാമതൊരു ഇൻഫെക്ഷൻ കിട്ടാനും, രണ്ടാമത് ഈ COPD അസുഖം മൂർച്ഛിക്കാനും, അഡ്മിഷൻ ആവാനും, ഈവൻ ICUയിലേക്ക് വരെ അഡ്മിഷൻ ആവാൻ സാധ്യതയുള്ളൊരു പീരീഡാണ് ഈ ഒരു സമയം. അതുകൊണ്ട് ഈ സമയത്ത് മാക്സിമം പൊടി പടലങ്ങൾ, അതുപോലെ തന്നെ പ്രത്യേക രീതിയിലുള്ള മണങ്ങൾ, ചില പ്രത്യേക സ്പ്രേ പോലത്തെ കാര്യങ്ങൾ, ഇൻഫെക്ഷൻ, അതായത് മറ്റ് രോഗികൾ, ഇൻഫെക്ഷനുള്ള രോഗികളുടെ അടുത്തുള്ള സന്ദർശനം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പൂർണ്ണമായും ഈ സമയത്ത് ഒഴിവാക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇൻഹേലറുകൾ അല്ലെങ്കിൽ നെബുലൈസേഷൻ, ഏതാണോ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അത് വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ട് ഏത് രീതിയിലാണോ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അതുപോലെ തന്നെ അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മുടെ COPD ട്രീറ്റ്മെൻറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് ഇൻഹേലറുകളാണ്. അപ്പോൾ ആ ഇൻഹേലറുകൾ കറക്റ്റായി ഉപയോഗിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ COPD അസുഖത്തിനെ നിയന്ത്രിക്കാൻ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്നത്. COPD രോഗികൾ പ്രധാനമായും 2 വാക്സിനേഷൻ മസ്റ്റായിട്ട് എടുക്കണം എന്ന് തന്നെയാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തത് ഇൻഫ്ലുവൻസ അഥവാ നമ്മുടെ H1N1 എന്ന് പറയുന്ന വൈറൽ ബാധയ്ക്ക് എതിരെയായിട്ടുള്ള വാക്സിനേഷനാണ്. അത് നമ്മൾ എല്ലാ വർഷവും എടുക്കേണ്ട വാക്സിനേഷനാണ്. മിക്കവാറും രോഗികളിൽ വൈറൽ ബാധ ഉണ്ടായതിനു ശേഷമായിരിക്കും രണ്ടാമത് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഫംഗസ് ബാധയോ വന്നതിന് ശേഷം കൂടുതൽ മൂർച്ഛിക്കുകയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയും ചെയ്യുന്നത്. അത് ഒഴിവാക്കാൻ ഈ ഇൻഫ്ലുവൻസ വാക്സിനേഷൻ സഹായിക്കുന്നു. രണ്ടാമതായി ന്യൂമോകോക്കൽ വാക്സിനേഷനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ന്യൂമോകോക്കൽ വാക്സിനേഷൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ന്യൂമോണിയ ഉണ്ടാക്കുന്ന ബാക്ടീരിയയുടെ എതിരെയുള്ള വാക്സിനേഷനാണത്. അത് ഒരു സിംഗിൾ ഷോട്ട് ലൈഫ് ടൈം പ്രൊട്ടക്ഷനായിട്ടാണ് നമ്മളത് കൊടുക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പൊടി പദാർത്ഥങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പൂർണ്ണമായും ഒഴിവാക്കുക എന്ന് പറയുന്നതാണ്. അതുപോലെ തന്നെ ബ്രീത്തിങ് എക്സസൈസുകൾ, വീട്ടിൽ ചെന്നതിന് ശേഷവും കുറച്ചൊക്കെ മൂവ്മെൻറ്റും മൊബിലൈസേഷൻ എക്സസൈസ്, ഇങ്ങനത്തെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് COPD രോഗികളിൽ. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് COPD രോഗികൾ ഡിസ്ചാർജ് ആയതിനു ശേഷം പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.